ഷജീർ കളരിക്കൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെൻകുസുഡാച്ചി എന്ന സ്റ്റാൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കരാട്ടെ ബേസിക്കിൽ ആദ്യമായി പരിശീലിക്കുന്നവർ തുടക്കത്തിൽ പഠിക്കുന്ന രണ്ട് സ്റ്റാൻസ് ആണ്. ഒന്ന് കിബാഡാച്ചിയും മറ്റൊന്ന് സെൻകുസുഡാച്ചി. സെൻകുസുഡാച്ചി ഈ സ്റ്റാൻസ് കരാട്ടയുടെ ബേസിക് നമ്മൾ പഠിക്കുന്ന ബേസിക് കത്തയിൽ മുഴുവനും വരുന്ന സ്റ്റാൻസ് സെൻകുസുഡാച്ചിയാണ് എന്നുള്ളതാണ്. ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന നിരവധി കിക്കുകൾക്ക് നമ്മൾ നിൽക്കുന്ന സ്റ്റാൻസും സെൻകുസുഡാച്ചി സ്റ്റാൻസാണ്. ആദ്യ തുടക്കത്തിൽ തന്നെ കൃത്യമായി നമ്മുടെ സ്റ്റാൻസ് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശീലിച്ച് മുന്നേറുമ്പോൾ അത് നമ്മുടെ കലയിൽ നമുക്ക് വളരെയേറെ സൗകര്യപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ വേഗതക്കാക്കും കൂട്ടും ഭംഗി, അതോടൊപ്പം തന്നെ നമ്മുടെ ശക്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയെല്ലാം നമ്മൾ കൃത്യമായി സ്റ്റാൻസ് പഠിച്ച് സ്റ്റാൻസിൽ നിന്ന് ചെയ്യുമ്പോൾ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് സെൻകുസുഡാച്ചി സ്റ്റാൻസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ കിബാഡാച്ചി പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് നമ്മുടെ റിസ്റ്റ് നമ്മൾ മടക്കേണ്ട രീതി പറഞ്ഞു. പഞ്ച് ചെയ്യാൻ വേണ്ടി റിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മടക്കി വെക്കുന്നത്, 1 2 3 ഈ രീതിയിലാണ് സെൻകുസുഡാച്ചിക്ക് നമ്മൾ ഹാൻഡ് മടക്കി വെക്കേണ്ടത്. സെൻകുസുഡാച്ചിക്ക് നമ്മൾ റൈറ്റ് ലെഗ് ലെഫ്റ്റിനോട് ചേർന്ന് എൽ ഷേപ്പിലാണ് നമ്മൾ ഈ സ്റ്റാൻസിൽ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹാൻഡിൽ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹിപ്പിലാണ് വരുന്നത്. നീക്ക് സമാനമായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ റൈറ്റ് ലെഗ് ലെഫ്റ്റിനോട് ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഹാൻഡ് പൊസിഷൻ ഈ രീതിയിലാണ് വരിക. ഇത് ഗദനിയുക്ക ആണ് നമ്മൾ ചെയ്യുന്നത്. ഗദനിയുക്ക നമ്മൾ ഇങ്ങനെ സ്റ്റാൻസിൽ നമ്മൾ ഗദനിയുക്കയിലൂടെ പരിശീലിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്നുള്ളത്, അതിൻ്റെ ടെക്നിക് വശം എന്നുള്ളത്, നമ്മൾ സ്വാഭാവികമായി നമ്മൾ എതിരാളികളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ആ സമയത്ത് ഒരു പഞ്ചോ കിക്കോ എന്തെങ്കിലും നമ്മുടെ നേർക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇറങ്ങുന്നതോട് കൂടിയിട്ട് എന്തായി, അത് നമ്മൾ ഒഴിഞ്ഞു മാറി. നമ്മുടെ ബോഡിക്ക് ഒരു ഡിസ്റ്റൻസ് അവർ കാണുന്നുണ്ടാവും. നമ്മുടെ ഒരു എതിരാളി ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഗദനിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഇറങ്ങുന്നതിലൂടെ നമുക്ക് ബ്ലോക്ക് അഥവാ ബൈ ചാൻസ് ഒരു മിസ്സിങ് സംഭവിച്ചാലും നമ്മുടെ ബോഡിക്ക് ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ ടെക്നിക് വശം പരിചയപ്പെടുത്തി എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സെൻകുസുഡാച്ചി നമ്മൾ ചെയ്യേണ്ട രീതി നോർമൽ പൊസിഷൻ ഷോൾഡർ രീതിയിൽ നിന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്നു രീതിയാണ് കാണിക്കുന്നത്. സെൻകുസുഡാച്ചിൻ്റെ ഈ രീതിയിലാണ് സെൻകുസുഡാച്ചി പൊസിഷൻ. എൽ ഷേപ്പ് ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. എൻ്റെ റൈറ്റ് ലെഗ് നിങ്ങൾ കാണുന്നുണ്ടാകും, ചെറിയൊരു ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ബോഡി ഈ ഫ്രണ്ടിലേക്ക് കണ്ടല്ലോ, എൻ്റെ ഹിപ്പ് ഈ നീക്ക് സമാനമായിട്ടാണുള്ളത്. ഈ രീതിയിലാണ് ബോഡി വേണ്ടത്, ഈ രീതിയിലേക്ക് നിൽക്കരുത്. ഈ രീതിയിലാണ് ബോഡി ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് വേണ്ടത് ലെഫ്റ്റ് ലെഗിൻ്റെ മുകളിലാണ്. കാരണം നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്, ബോഡി വെയിറ്റൊക്കെ ലെഫ്റ്റ് ലെഗാണ്. ഇത് നമ്മൾ നോർമൽ, ഇത് നമ്മുടെ ബെൻഡാക്കരുത്, ഹീൽ പൊന്തരുത്. ഈ പൊസിഷൻ തന്നെ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ വെക്കുക, നല്ല സുഖമാണ് വെക്കാൻ. പക്ഷേ ഇത് മൂവ്മെൻറ്റ്സിലേക്കും കിക്ക് ചെയ്യുമ്പോഴെല്ലാം ഈ ലെഗ് പ്രയാസമാണ് എടുക്കാൻ. അതോടൊപ്പം തന്നെ അത് ലെഗ് പെയിനും നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ രീതിയിലേക്കും വെക്കരുത്. ഇതൊക്കെ സുഖമുള്ള വെക്കലാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ നമുക്ക് എന്തല്ല, നമ്മുടെ ബോഡി കുറച്ചും കൂടി തിരിഞ്ഞിരിക്കും. രണ്ടാമതായിട്ട് മൂവ്മെൻറ്റ്സിലൊക്കെ നമുക്ക് പ്രശ്നമാണ്. അതോടൊപ്പം ഇത് നമുക്ക് തീരെ ബാലൻസ് ഉണ്ടാവില്ല. ഈ പ്രാക്ടീസുകൾ പലപ്പോഴും പലരും കൂടുതലായി ചെയ്തു വരുന്നത് ബേസിക്കലി നോർമൽ, ഈ നോർമൽ പൊസിഷനാണ് നിൽക്കാറുണ്ട്. ഈ നോർമൽ പൊസിഷൻ നിൽക്കുമ്പോൾ നമ്മളൊരു പഞ്ചിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മളിവിടെ ഒരു ക്ലാസ് പഠിപ്പിക്കുക ഏത് രീതിയിലാണ് പോവുക അല്ലേ, ഒന്ന് ഉയർന്ന് ഒന്ന് താഴ്ന്ന് ഉയർന്ന് ഈ രീതിയിലേക്ക് സ്പ്രിങ് ആക്ഷനോട് പോയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻസ് ഏത് സ്റ്റാൻസാണ് നമുക്ക് പഠിപ്പിക്കുന്നത്, ഏത് ട്രെയിനറും ആകട്ടെ, അത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന കഥയാകട്ടെ, നമ്മൾ പഠിച്ചെടുക്കുന്ന മറ്റു മൂവ്മെൻറ്റ്സ് ആകട്ടെ, കിക്ക് പ്രാക്ടീസ് ആവട്ടെ, ഇത് ഭംഗിയോടുകൂടിയും ശക്തിയോടുകൂടിയും വേഗതയിലും നമുക്ക്
ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നോർമൽ സ്റ്റാൻസിലൊക്കെ നിന്ന് നമ്മൾ ഒരിക്കലും മൂവ്മെൻറ്റ്സ് ഭംഗിയിൽ നമുക്ക് പോകാൻ കഴിയില്ല. അത് നേരെ മറിച്ച് നമ്മുടെ ഒരു സെൻകുസുഡാച്ചി പൊസിഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഭംഗിയോടെ പോകാൻ കഴിയും. ഞാൻ ക്യാമറ ഒന്ന് പുറകോട്ട് വെച്ചിട്ട് ഒരു പഞ്ചിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സെൻകുസുഡാച്ചി പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പഞ്ച് നമുക്കൊരു സ്പ്രിങ് ആക്ഷനും ഇല്ലാതെ നമുക്ക് പഞ്ച് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ഈ രീതിയിൽ നമുക്ക് പഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാൻസിൻ്റെ ഗുണം. ഈ രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോന്നും മാക്സിമം ഭംഗിയോടുകൂടിയും വേഗതയോടുകൂടിയും നമ്മൾ പഠിച്ചെടുക്കുക. അത് നമുക്ക് നമ്മുടെ ചാമ്പ്യൻഷിപ്പിലാകട്ടെ എതിരാളികളോട് എതിരിടുന്ന സമയത്തായിട്ട് നമുക്ക് ഉപകാരപ്പെടും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.